Hello friends, welcome to the channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു നല്ല വാർത്തയാണ് Bsnl യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. മീൻസ് Bsnl Ftth യൂസേഴ്സിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ അപ്പോൾ റീസെൻ്റ്ലി Bsnl ഒഫീഷ്യൽസ് ഒരു ന്യൂസ് വിട്ടുണ്ടായിരുന്നു. അവരുള്ള പ്ലാനിൻ്റെ എല്ലാം ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉള്ള പ്ലാനിൻ്റെ സ്പീഡ് ഡബിൾ ആയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും. അപ്പോൾ ആ ന്യൂസ് ഒന്ന് ഞാൻ കാണിച്ചു അവിടെ. നിങ്ങൾ നോക്കി കാണാം, ഡബിൾ ദ സ്പീഡ് അപ്ഗ്രേഡ് ഡൗൺലോഡ് സ്പീഡ് ആൻഡ് FTP യൂസേജ് ലിമിറ്റ് ചേഞ്ച് ആണ് ചെയ്യുന്നത്. അത് ഈസിയായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ലെസ് ദാൻ 500 എമൗണ്ട് വരുന്നത്. അപ്പോൾ 449 അതുപോലെ 499 ഒക്കെ പ്ലാന് 50 MB/s ഉള്ളവർ എന്ന് വെച്ചാൽ 50 MB/s ആക്കി മിനിമം റിവൈസ് സ്പീഡ്. മുമ്പത് 30 MB/s ഒക്കെ ആയിരുന്നു. പിന്നെ അത് എൻ്റെ FTP റേറ്റ് 1 MB/s 2 MB/s ആക്കിയിട്ടുണ്ട്. അതുപോലെ 500 to 650 ഉള്ള റേറ്റിലുള്ളവർക്ക് 50 MB ഉള്ളത് 100 ആക്കിയിട്ടുണ്ട്. അതിൽ FTP അതുപോലെ തന്നെ 2 MB/s ആക്കിയിട്ടുണ്ട്. പിന്നെ 651 to 799 വരുന്നത് പ്ലാനിൽ അത് 100 ആക്കിയിട്ടുണ്ട് 50 ഉള്ളത്. അത് FTP 5 MB/s ആക്കിയിട്ടുണ്ട് 2 ഉള്ളത്. അപ്പോൾ 800 to 999 വരുന്നത് 100 ഉള്ളത്. അവിടെ സ്പീഡ് ചേഞ്ച് ഇല്ല, പക്ഷേ FTP സ്പീഡ് മാത്രം ചേഞ്ച് വന്നിട്ടുണ്ട്, 10 ആക്കിയിട്ടുണ്ട്. അതുപോലെ 1000 to 1499 100 200 ആക്കിയിട്ടുണ്ട്. അതുപോലെ FTP റേറ്റ് 15 ഏതെങ്കിലും 20 ഇടയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു മൂവ് തന്നെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ കോമ്പറ്റേറ്റേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരായിട്ടും കുറവാണ് ഇപ്പോൾ സ്പീഡ് ഏകദേശം ഡബിൾ ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാതും ഒരു അട്രാക്റ്റിംഗ് പ്രൈസ് ആയതുകൊണ്ട് എല്ലാം ഇനിയും കുറേ കണക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ Bsnl ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 10 lakh ഇവരുടെ ഈ FTP സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ അവർക്ക്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല. പിന്നെ ഇവരുടെ ഒരു കസ്റ്റമർ കെയറെ കൂടി നല്ലതാക്കി കഴിഞ്ഞാൽ അവർ ശരിക്കും പഴയ പോലെ തിരിച്ചു വരാനുള്ളതുള്ളൂ. എന്തായാലും ഈ പ്ലാൻ എല്ലാ യൂസേഴ്സ് ഉള്ളവർക്ക് എക്സിസ്റ്റിംഗ് യൂസേഴ്സിനോട് നല്ല ഒരു വാർത്ത തന്നെയാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നതാണ് 599 ആണ്, അത് 60 MB വരെയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് എന്നാ ഡേറ്റ് കറക്റ്റ് പറഞ്ഞിട്ടില്ല. മോസ്റ്റ്ലി റീസെൻ്റ്ലി പറയണത് 1 month അടുത്ത മാസം തൊട്ടാണെന്ന് പറയണത്. അപ്പോൾ അത് 100 MB/s ആയിരിക്കും. അപ്പോൾ ഇതൊരു നല്ല വാർത്തയാണ്. അപ്പോൾ എൻ്റെ 60 MB/s ആണ്. അപ്പോൾ അത് 100 ആകുമ്പോൾ എന്തായാലും ഒരു വിത്തൗട്ട് നോ കോസ്റ്റ് വരുമ്പോൾ നല്ല കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ 100ൻ്റെ പ്ലാൻ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിതുപോലെ 777 എടുത്തിട്ട് അത് അപ്ഗ്രേഡ് ആയിട്ട് 100 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു 120 ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും നല്ല വാർത്ത തന്നെയാണ്. അപ്പോൾ ഇതന്നെ അപ്ഡേറ്റ് ആവുന്നത് അവർ പറഞ്ഞ യൂസേഴ്സ് ആയിട്ടാണ് അപ്ഡേറ്റ് ആവുക. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചല്ല ആവുക. അപ്പോൾ അടുത്ത മാസം ആ ടൈം റേഞ്ചിൽ എല്ലാം അപ്ഡേറ്റ് ആയിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരി, ഈ ന്യൂസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.